ഇന്നുണ്ടല്ലോ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഒരു ക്യാരറ്റ് പോളോ റെസിപ്പി കണ്ടാലോ. അതും എൻ്റെ റെസിപ്പി അല്ല കേട്ടോ, ബാബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നും ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കിച്ചൺ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. ബൈ ബൈ. അപ്പം പിന്നെ ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മളെ പരിപാടി ഇവിടെ. അപ്പം നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ക്യാരറ്റൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മളിത് ഫ്ലെയിം നല്ല കൂട്ടിയിട്ടിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ക്യാരറ്റ് ഇവിടെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തിളച്ചിങ്ങനെ വരണുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും നോക്കാനില്ല, മിക്സി എടുക്കാം. അതിലോട്ട് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മൈദപ്പൊടി ഇട്ടാം. നമ്മൾ ആവശ്യത്തിന് മൈദപ്പൊടി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കൂടുതലല്ല എന്നാലും നല്ല കുറവല്ലാത്ത രീതിയിൽ നമുക്ക് പാലൊഴിക്കാം കേട്ടോ. നമ്മൾ പൊടി എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ മിൽക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് പാൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഷുഗറാണ് കേട്ടോ. ചിലർക്ക് നല്ല മധുരം വേണ്ടിയിരിക്കും, ചിലർക്ക് മീഡിയം സൈസൊക്കെ വേണ്ടിയിരിക്കും. എനിക്ക് പറഞ്ഞാൽ മീഡിയം ആണ് എനിക്ക് ഷുഗർ ആഡ് ചെയ്യണം. എനിക്ക് മീഡിയം സൈസിലാണ് ഞാൻ മധുരം പൊതുവെ ഞാൻ കൂട്ടാറ് കേട്ടോ. അപ്പം നമ്മൾ മീഡിയം കുറച്ച് ഷുഗർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത് നമ്മൾ നോക്കുമ്പോൾ അതിനനുസരിച്ച് നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ തിളക്കേണ്ട കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് 4 മുട്ടയാണ് കേട്ടോ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത്. ഞാൻ 2 മുട്ട പൊട്ടിക്കുന്ന വീഡിയോയിലാണ് കിട്ടിയുള്ളൂ. 4 മുട്ട നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാനില ഫ്ലേവർ പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ വാനില എസെൻസ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ വാനില എസെൻസ് ഉള്ളത് വാനില പൗഡർ ആണുള്ളത്, നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനനുസരിച്ച് എന്താ പറയുക, നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതിലോട്ട് ഇതിന് അങ്ങനെ പോയിട്ട് മിക്സിയിട്ട് അടിക്കേണ്ട. അതിന് മുന്നേ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മളെ ക്യാരറ്റും കൂടി ഇതിലിട്ടതിൻ്റെ ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് നന്നായി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്തൊരു സാധനം എന്താണെന്ന് വെച്ചാൽ സോഡാപ്പൊടിയാണ് കേട്ടോ. അതായത് ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് പാൻ വെക്കാം. ഇനി നമുക്കിതിൽ ഏത് നെയ്യാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യാണ് കേട്ടോ നമ്മൾ ഇട്ടെടുത്തുള്ളത്. ഇത് ടേസ്റ്റ് വേറെ ആയിരിക്കും, നമ്മൾ സാധാരണ നെയ്യിനെക്കാളും ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു നെയ്യായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് നമ്മൾ പാനിൽ മൊത്തം നമ്മളങ്ങനെ ചിറ്റിച്ചെടുക്കണം. കാരണം ഇനിയാണ് ശരിക്കുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലോപ്പ് ആവോ അതോ ഇനി ഇത് സക്സസ്ഫുൾ ആവോ എന്നൊക്കെ ഇതിലാണ് ഇനി അറിയാൻ പറ്റുന്നത് കേട്ടോ. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് എടുക്കാം. അപ്പത്തിന് നമുക്ക് ഇനി ഇത് നമ്മളെ നട്ട്സുകൾ വേണം. നിങ്ങളതിൽ ഏത് നട്ട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാം, മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി, കാഷ്നട്ട് ആണെങ്കിൽ അത് ഏതുണ്ടോ അത് എടുക്കുക. നമ്മളതിൽ ഉള്ളത് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ നെയ്യിലോട്ട് ഇട്ടിട്ട് ഇത് നമുക്ക് മുന്തിരി എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, അതുപോലെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ വാൾനട്ടും ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്കിതിനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ നെയ്യിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരും. പിന്നെ നമ്മൾ ഇതുപോലെ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളൊന്ന് ഇത്രയും വലുതാക്കി ഇടുന്നത് എന്താണ് കട്ട് ചെയ്തുകൂടെ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മളിതിന് എടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്കിത് കുനുകുനാന്ന് നമുക്ക് കട്ട് ചെയ്യാം. അതിനൊക്കെ ടൈം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റ് പോള കഴിക്കാൻ പോണത്. ഞാൻ ഇതുവരെ ക്യാരറ്റ് പോള ക്യാരറ്റ് ഹൽവ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഇവിടെ ഭാബി ഇപ്പോൾ ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ക്യാരറ്റ് പോളോ എന്നുള്ളത് ഞാനിങ്ങനെ നോക്കണം തന്നെ കേട്ടോ. അങ്ങനെ നമ്മുടെ ചൂടായ പാനിലോട്ട് നമ്മളവിടെ ഉണ്ടാക്കി വെച്ച നമ്മളവിടെ അടിച്ച് വെച്ച നമ്മളെ ബാറ്റർ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്കവിടെ എന്താ പറയുക നല്ല ലോ ഫ്ലെയിമിലാക്കണം. ഇനിയാണ് നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നല്ല ലോ ഫ്ലെയിമാക്കി വെക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ സാധനം പിന്നെ ഒന്നിനും ഉണ്ടാവില്ല, എടുക്കാനും ഉണ്ടാവില്ല, പിടിക്കാനും ഉണ്ടാവില്ല, ഒന്നിനും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഫ്ലെയിം നമ്മൾ നല്ല നോക്കിയിരിക്കണം. എന്നിട്ട് നമുക്കിത് ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒന്ന് ചെറുതായിട്ടൊന്നാവുമ്പോൾ നമുക്ക് നമ്മുടെ നട്ട്സുകളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇത് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മളൊരു അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം ഉണ്ടാവുമല്ലോ, ഒരു പാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന് മേലെ ഇത് വെക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരത്തിന് നോക്കാണ്ട് നമുക്ക് എന്തെങ്കിലും അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ കേട്ടോ. നല്ല രീതിയിൽ സെറ്റായി വരണം. അത് നമുക്കിനി മറച്ചിടലാണ് ടാസ്ക്. അപ്പം ഇനി നമ്മളിത് 2 പാനിലാട്ടോ വെച്ചിട്ടുള്ളത്. ഇത് വേറൊരു ചെറിയൊരു ഫ്രൈ പാനിൽ നമ്മൾ ബാക്കിയുള്ള ബാറ്റർ കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് വേറൊരെണ്ണത്തിൽ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 എണ്ണത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പോള ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിലൂടെ തട്ടണതാണ് മെയിൻ മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു പാളിച്ച പറ്റി ഗൈസ്, ഈ ഒരു ഫസ്റ്റത്തേൽ ഒരു ചെറിയൊരു പാളിച്ച പറ്റി. എന്നാലും കുഴപ്പമില്ല, നമ്മൾ സാധനം
റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലാണ് ഒരു പ്രതീക്ഷ ഉള്ളത്. ഇത് മാഷാ അല്ലാ അടിപൊളി, കുഴപ്പമില്ല, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിടുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മറിച്ചിടുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ എടുത്തില്ല, കാരണം എന്താണെന്ന് അറിയില്ലല്ലോ. പക്ഷേ ഇത് പക്കായിട്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നു കേട്ടോ. അപ്പം ഇങ്ങോട്ട് പറഞ്ഞാൽ അയ്യോ ബാബേ, ഞാൻ മറിച്ചിടുന്ന വീഡിയോ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇനി ഇങ്ങനെ എടുത്തോന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ക്യാരറ്റ് പോളോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയേണ്ടതല്ല, അടിപൊളി കിടിലായിട്ടാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.